ഇത് നമ്മളിപ്പോൾ ഉള്ളത് കർമ്മ റോഡിലാണ്. ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ റോഡ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, നല്ല രീതിയിൽ ബോട്ടിംഗ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഒരുപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഇവിടെ. ഇപ്പം ഫ്രീ ആയിട്ട് ഫാമിലിക്കൊക്കെ വന്നിട്ട് നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് കുറച്ച് നേരം പീസായിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കർമ്മ റോഡ് ഇപ്പം നമ്മളെ മലപ്പുറം അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ സെറ്റാണ്. വോയിസും കാര്യങ്ങളൊന്നും ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും എറണാകുളത്ത് പോകാനുള്ളൊരു പ്ലാനിൽ ഇറങ്ങി. ഇപ്പം ഞാനുള്ളത് കർമ്മ റോഡിലാണ്, പൊന്നാനി. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിക്കുക. കയ്യിലൊന്ന് വീണുണ്ടായിരുന്നത്, വീണിട്ട് ഇവിടെ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും പ്ലാനാണ് ഉള്ളത്. അപ്പം നമുക്കെന്തായാലും പോയി നോക്കാം. ആദ്യം ഹെയർ ഒന്ന് കട്ട് ചെയ്യണം. ഹെയർ കട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് കട്ട് ചെയ്യില്ല, ജസ്റ്റ് സൈഡ് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ആ പരിപാടി നടക്കണം ഫസ്റ്റ്. പറഞ്ഞ പോലെ നമുക്ക് ഹെയർ ഒന്ന് കട്ട് ചെയ്യാം. ഷോകോണം ഒന്ന് കട്ട് ചെയ്തേ പറ്റും. അപ്പോൾ നമുക്ക് ഹെയർ കട്ട് ചെയ്യാം. ഓക്കെ, സൈഡ് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹെയർ കട്ടിങ് പരിപാടി തീർന്നുണ്ട്. അപ്പം നമുക്ക് പോവാം. ഫുൾ ടാങ്ക് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. 1150 രൂപയ്ക്ക് ഞാൻ അതിൽ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് ഒരു 80 കിലോമീറ്റർ അടുത്ത് ഞാനിപ്പോൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ഇതിൽ ഇതുവരെ ഒരു കട്ട പോലും കുറഞ്ഞില്ല. ഒരു 10 മിനിറ്റ് ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോൺ. ചാർജ് ഇല്ലായിരുന്നു. ഞാൻ എന്തായാലും മുടി കിട്ടുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഫോൺ അവിടെ ചാർജ് ചെയ്യാൻ പറ്റും. എനിക്ക് പോകാം. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് LRL മോട്ടോർ സൈക്കിൾ സർവീസ് ഉള്ളത്. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഓൾറെഡി ഇപ്പം എൻ്റെ ഹാൻഡിൽ ബാർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പം മോട്ടോടോർക്കിൻ്റെ ഹാൻഡിൽ ബാറാണ് ഞാനിപ്പം സെലക്ട് ചെയ്തിട്ടുള്ളത്. സാധനം കൊള്ളാം, ഞാനത് കാണിച്ചു തരാം. എന്നാൽ പിന്നെ നമുക്കത് ചേഞ്ച് ആക്കാം ഗൈസ്. ഒന്നും ആലോചിക്കണ്ട. ആ എടുത്തു. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ ശരിക്കും റാലി എഡിഷൻ സീറ്റ് കയറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സീറ്റിംഗ് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമുള്ളപ്പോൾ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പം ആ റാലിൻ്റെ സീറ്റ് തന്നെ അവർ ചെയ്ത് വന്നിട്ട് ഈ വണ്ടി ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഓണായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സീറ്റിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീലായി. എനിക്കിപ്പം ഞാനിപ്പോൾ ലോങ് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 2 മാസമായി. ഇപ്പം 2 മാസത്തിൽ ഞാൻ ഇന്നാണ് ഇപ്പം ജസ്റ്റ് ഒരു അത്യാവശ്യം കുറച്ച് ഒരു ഇതിൽ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അത് കമ്പനി ശ്രദ്ധിച്ചാൽ കൊള്ളാം. പിന്നെ ബാക്കിയെല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം അതിൻ്റെ സോക്ക് അപ്സർ കുറച്ച് താന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ, അത്രയൊക്കെ ഉള്ളൂ. വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. സംഭവം റൈഡിങ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. നമുക്ക് എന്തായാലും ഇപ്പോൾ തൽക്കാലം അതിൻ്റെ ഹാൻഡിൽ ബാർ ചേഞ്ച് ചെയ്യാം. നമ്മളിപ്പോൾ ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തായാലും 2 ഹോൾ അടിക്കണം, എന്നാൽ മാത്രം നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും നമുക്കൊരു 3/4 മണിക്കൂർ എടുക്കും. നമുക്ക് എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരാം. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കഴിച്ച് സെറ്റായിട്ട് വന്ന് നോക്കാം. എന്തായാലും ഒരു 3/4 മണിക്കൂർ എടുക്കുന്നതാണ് ഇവർ പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കാം, കഴിച്ചിട്ട് വരട്ടെ. ചേട്ടാ വണ്ടിയോടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്തായാലും ഒരു 3/4 മണിക്കൂർ എടുക്കും. നമുക്ക് എന്തായാലും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മാളല്ലേ ലുലു. അപ്പം ജസ്റ്റ് അവിടെ കയറി വെക്കാം, എന്തെങ്കിലും കഴിക്കാമല്ലോ. നല്ല വിശപ്പുണ്ട്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ ഞാനൊന്നും കഴിച്ചില്ല. അപ്പം എന്തായാലും എന്തെങ്കിലും കഴിക്കാം. ഞാനിവിടെ പണ്ട് ജെല്ലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് മെഗ്ഡി എന്തോ ഭയങ്കര ക്രേസാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരെ മെഗ്ഡി കയറി ഒരു മെക്സിക്കൻ മീൽ പറഞ്ഞിട്ടുണ്ട്, വരും. ഇന്നലെ നമുക്ക് അതിൻ്റെ ഹാൻഡിൽ ബാർ മാത്രമേ മാറ്റാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ട് ഇപ്പം ഞാൻ അതിൻ്റെ
ഒഴിവാക്കി. കാരണം കുറച്ചും കൂടി പെർഫെക്റ്റ് ലുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതാണ്. അപ്പം ഇതാണ് അതിൻ്റെ എക്സാക്റ്റ് ലുക്ക് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ലൂബും കാര്യങ്ങളും ചെയ്യണം, അങ്ങനെ കുറച്ച് പ്ലാൻസും കാര്യങ്ങളുണ്ട്. അപ്പം അതാണ്.